ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ സ്യൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നത് എന്നാണ്. സാധാരണ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അളവെടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുർത്തി വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിന്റെ റോങ് സൈഡ്. നമ്മൾ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തതാണ്. 4 ഫോൾഡ് ചെയ്ത ക്ലോത്ത് ആണിത്. ഇനി നമുക്ക് ഇതിന്റെ നമ്മുടെ കുർത്തി എടുക്കാം. അതിനുശേഷം ഏറ്റവും വീതി കൂടിയ ഭാഗം നമുക്ക് അളന്നെടുക്കാം. 22 ഇഞ്ച് ഉണ്ട്. ഇത് മാറ്റി വെക്കാം. 22ന്റെ പകുതി എടുക്കുക, അതായത് 11 ഇഞ്ച്. ഇത് നമുക്ക് 11 ഇഞ്ചിനേക്കാൾ 1 ഇഞ്ച് കൂട്ടുക, അപ്പൊ 12 ഇഞ്ച് കിട്ടും. അത്രയും വിടത്തിൽ നമുക്ക് തുണി ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്കിത് കുറവാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഇത്രയും ആക്കിയെടുക്കാം. ഇതിപ്പോ 12 ഇഞ്ച് വരെ ഉണ്ട്, കറക്റ്റ് ആണ്. അതായത് 11 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. 22ന്റെ ഹാഫ് ഇഞ്ച്, അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുർത്തി ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല ഫ്രണ്ട് പാർട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ട് ആയിരിക്കണം നമ്മുടെ മുൻവശമായിട്ട് വരേണ്ടത്. ഓക്കെ, കറക്റ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ട്രൈറ്റ് കട്ടിന്റെ രീതിയാണ് പറയുന്നത്. നിങ്ങൾ അതല്ല എലൈൻ ആയിട്ടുള്ള കട്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇവിടെ ഒരു 2 ഇഞ്ചെങ്കിലും കൂട്ടണം ഈ വിഡ്ത്ത്. അപ്പൊ ഇവിടെ 1 ഇഞ്ച് കൂടും, അപ്പൊ താഴത്ത് വരുമ്പോൾ അത് 2 ഇഞ്ച് ആവും. ഇവിടെ ഞാൻ സ്ട്രൈറ്റ് കട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് 12 ഇഞ്ച് കൂട്ടിയെടുത്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. അതുപോലെ തന്നെ എല്ലാ പോയിന്റ്സും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് ചെസ്റ്റ്, ആംഹോൾ ഏരിയ, ഈ ഒരു പോയിന്റ്. അത് കഴിഞ്ഞ് നമുക്ക് ലൈന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ, നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ എല്ലാ മെഷർമെന്റ്സും ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സീം എലമെന്റ്സിനുള്ളത് കൂട്ടിക്കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ചെങ്കിലും കൂട്ടിക്കൊടുക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ 1 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇവിടെ 10
10.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴേലും 10.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആം ഹോളിലും കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. ഷോൾഡറിലും കൊടുക്കാം. നെക്കിലും അതുപോലെ തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. ഇതിപ്പോ ഞാൻ ബാക്ക് നെക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇത് ഈ പോയിന്റും താഴെയുള്ള പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞു. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ താഴെ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം സീം എലമെന്റ്സിന് വേണ്ടിയിട്ട്. എനിക്കിത് 1 ഇഞ്ച് കുറച്ചിട്ട് വേണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പൊ കറക്റ്റ് ഇതിന് കണക്കായിട്ടുള്ള മെഷർമെന്റ്സിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ താഴെ ആദ്യം ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് മാർജിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതായത് ഞാൻ കാണിച്ചു തരാം. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന്റെ മേലെ വെച്ചിട്ട് നമുക്ക് മേലേക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് 1 ഇഞ്ച് കുറച്ചിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ഷോൾഡർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഷോൾഡർ ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ജോയിന് നമുക്ക് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കണക്കാക്കിയിട്ട് ഓവറോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാ പോയിന്റ്സും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് നമ്മുടെ മേലെ ലൈറ്റ് വരണം. കൈ നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ. കാരണം നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ കൈക്കൂലി എപ്പോഴും കുറച്ച് ഡീപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് കിട്ടൂല. അപ്പൊ ഇത് ബാക്ക് പാർട്ട് ഇതിന് അടുത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ ജോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ,
ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് സീം എലമെന്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 1 ഇഞ്ച് കൊടുക്കുക. അതുപോലെ സൈഡ്സിലും ഒരു 1 ഇഞ്ച് തന്നെ കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇതിന്റെ മേലെ ഇത് വെച്ചു കൊടുത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് ആക്കിട്ട് വെച്ചു കൊടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട്, ബാക്ക് പാർട്ട്, ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.